പോലെ സുബഹി നിസ്കാരമൊക്കെ ബേജാറൊന്നുമില്ലെങ്കിൽ വലിയ സങ്കടമായിട്ട് തോന്നും. എന്റെ പരീക്ഷണവും സൂക്കേടുകാരനാകുകയും ഹോസ്പിറ്റലിലൊക്കെ കേസ് വരികയും ചെയ്ത നിസ്കരിക്കുമ്പോൾ മതിയാത്ത മാതിരിയ എനിക്ക് ആ സുബിയൊക്കെ ഒരു 10 എണ്ണം പോലെ നിസ്കരിക്കാൻ തോന്നിയ അതങ്ങ് ചെയ്തോന്ന് പറയാൻ ഈ കാരണത്തിന്റെ പേരിൽ മനുഷ്യൻ തയ്യാറായി വരും. അഥവാ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഈ മതം എന്നോ നശിക്കും. ആ നാശമായി ഇന്ന് സമൂഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാ മുസ്ലിം സമൂഹം ഭിന്നിക്കുന്നത്. അതിന്റെ പേരിലാ ഇതര മതക്കാര് പോലും ഈ ആശയത്തെ, ഈ മതത്തെ ഇന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ദീനിൽ റസൂലിലൂടെ അള്ളാഹ് അറിയിച്ചു തന്നതിൽ നിലപാട് കടുപ്പിക്കുകയും ആ വ്യക്തിത്വത്തോടെ ജീവിക്കുകയും ചെയ്താൽ പലരും ഇസ്ലാമിനെ ദൂരത്ത് നിന്ന് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിനു പകരം നമ്മളെ കല്യാണപ്പുരയിൽ വന്നവനും തിന്നാൻ വേണ്ടി പ്ലേറ്റും പിടിച്ച് ക്യൂ നിന്ന് മനസ്സ് വെറുത്ത് ഇറങ്ങിപ്പോകുന്നവനും ആളുകളുടെ തുള്ളലും കോപ്രായങ്ങളും കണ്ട് പർദ്ദയും മസ്തയിട്ടം വല്യമ്മമാര് വരെ റീൽസിൽ അഭിനയിക്കാൻ പേരക്കുട്ടികളെ വാക്കും കേട്ട് കല്യാണത്തിന്റെ റീൽസിന് ഒരുങ്ങി നിൽക്കുമ്പോ ഈ മതത്തെ നമ്മൾ തന്നെയാ നശിപ്പിച്ച് കളയുന്നത്. അതിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചാൽ അതിനെ പടച്ചം പ്രതിരോധിക്കും. പക്ഷെ നമ്മളിലൂടെ ഇതിനെ പരിഹസിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചതിന്റെ കുറ്റം നാളെ ഞാനും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് പഠിപ്പിച്ച ദീനിനെ അതേ നിലപാടോടുകൂടി ആ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു ഭാഗത്ത് നിരവധി ലക്ഷക്കണക്കിന് കള്ള ഹദീസുകളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്നും വലിയ ഒഴിയാബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറുഭാഗത്ത് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെടുന്ന ഹദീസുകൾ പോലും പച്ചയായി നിഷേധിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഖുർആൻ മതി, ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഹദീസ് ശ്രദ്ധിക്കുമ്പോഴാണ് അത് പ്രവാചകന്റെ ജീവിതം, അന്ന് അറബികൾക്കിടയിൽ ജീവിച്ച ജീവിതല്ലേ അത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുവോ? നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ കഴുകണം, 1 മണ്ണുണ്ടാവണം. ഇതൊക്കെ ഇപ്പൊ ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്നതാണോ? സംഗീതം നിഷിദ്ധമാണ്, മനുഷ്യന്റെ ഹൃദയത്തെ തുള്ളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ തുള്ളുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിഷേധം നടത്തുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. വലത്തെ കൈകൊണ്ട് തന്നെ തിന്നണം, കുടിക്കണം എന്ന് പറയുമ്പോ ആ തിന്ന എച്ചിലുള്ള കൈകൊണ്ട് തന്നെ ഗ്ലാസ് എടുക്കണമെന്ന ഇങ്ങനെയൊക്കെയാ ചില ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുക. ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയം എന്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിനി ഇടത്തെ കൈകൊണ്ട് കുടിക്കും നബിയെ, മുഹമ്മദെ ഞാൻ ഇടത്തോണ്ട് തന്നെ എടുക്കുന്നു പറഞ്ഞതിന് പിന്നീട് ആയുസ്സിൽ ഒരിക്കൽ പോലും വലതെടുക്കാൻ പറ്റിയിട്ടില്ലെന്നും ആ ഇടത്തെ കൈയല്ലാണ്ട് അവൻ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെന്നും ഒക്കെ ഹദീസിൽ കാണുമ്പോ എച്ചിലായ കൈകൊണ്ട് തന്നെ അത് എടുക്കണമെന്ന, കൈ മൂഞ്ചണമെന്ന, അല്ലെങ്കിൽ നക്കണമെന്ന എന്നുള്ളതൊക്കെ ഒരു പരിഹാസമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിക്കുമ്പോ ലൈസ അലൈഹി അംറുന, എന്റെ കൽപ്പന ആ വിഷയത്തിൽ ഇല്ലെങ്കിൽ, അഥവാ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിച്ചതോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാ. അതേതു വലിയ ഹോജ പറഞ്ഞാലും ശരി, അതേതു വലിയ നേതാവ് പറഞ്ഞാലും ശരി. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് കാണാം, ഫമൻ റഗിബ അൻ സുന്നത്തി, ഞാൻ പഠിപ്പിച്ച എന്റെ സുന്നത്തിനോട് നിങ്ങൾക്കൊരു വിമുഖത തോന്നുന്നുണ്ടെങ്കിൽ,
അത് കാലഹരണപ്പെട്ട വിശ്വാസമാണ്, പയഞ്ചനാണ്, ഇപ്പോഴത്തെ കാലത്ത് എടുക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ ഒരിക്കലും എന്നിൽപ്പെട്ടവനല്ല. ഇന്നത്തെ ചില മക്കൾക്ക് തോന്നിയതുപോലെ കല്യാണമൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്, ഡേറ്റിങ്ങുകളും ബെസ്റ്റികളും ലിവിംഗ് ടുഗറുകളൊക്കെ മതി എന്നവർക്ക് തോന്നിത്തുടങ്ങിയ അതും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം കാലം അങ്ങനത്തതായി പോയി എന്ന് പറയേണ്ടി വരും. അതല്ല ഇസ്ലാമിക നിലപാടും ഇസ്ലാമിന്റെ വ്യക്തിത്വവും. ശരീരം ആഗ്രഹിക്കുന്ന സമയമാകുമ്പോ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോഫിലീമുകൾ കണ്ട് ശമിപ്പിക്കേണ്ടതല്ല ശരീരത്തിന്റെ തോന്നലുകൾ, വികാരങ്ങൾ. ഇതൊക്കെ ഹൃദയത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു തലമുറയും ഒരു നാടും ഈ ദീനും എത്രമാത്രം മഹത്വാണെന്ന് ഈ തലമുറകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റൂ. പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ മോന്തായം വളഞ്ഞ ബാക്കിയെല്ലാം വളഞ്ഞു. അറിയിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും നിലപാടില്ലാതെ അതും ആവട്ടെ ഇതും ആവട്ടെ, ഗാനമേളയും വന്നോട്ടെ, കുറച്ച് കരിമരുന്നും ആയിക്കോട്ടെ, കുറച്ച് പൂത്തിരിയും ആയിക്കോട്ടെ എന്നൊക്കെ സ്വയം തീരുമാനിച്ച അള്ളാന്റെ ദീൻ ഇങ്ങനെ അല്ലാണ്ടാകാണല്ലോ എന്ന് സ്വയം അള്ളഹാനോട് ഇങ്ങനെ പറയുമ്പം പടച്ചോൻ എന്നറിയാം നമ്മളെ കൂടെ അതൊക്കെ പോകുന്നതെന്ന്. ആ തിരിച്ചറിവോടുകൂടി അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുക. അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر لغزة. നാദാ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബക്കാർ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, റബ്ബെ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും നാളെ നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ആശുപത്രികളിൽ കിടക്കുന്നവരുണ്ട് നാഥ. എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായ തീരുമാനത്തിലേക്ക് നീ അവർക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബെ. എല്ലാം തിരിച്ചറിഞ്ഞ് ഹലാലായ നിലക്ക് ബാധ്യതകൾ തീർത്ത് രക്ഷയോടെ മടങ്ങാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.